വെള്ളപ്പൊക്കത്തെ തുടർന്ന് ആലപ്പുഴ തലവടിയിൽ 2 ക്യാമ്പുകൾ തുറന്നു. നീരേറ്റുപുറം പുത്തൻപറമ്പ് ബിൽഡിംഗിലും മണലേൽ സ്കൂളിലുമാണ് ക്യാമ്പ് തുറന്നത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഘുനാഥ്, എത്രത്തോളം ശക്തമായ മഴ ആലപ്പുഴ മേഖലയിലുണ്ട്? ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് ഇനിയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമോ? അത് നിലവിൽ 70 കുടുംബങ്ങളെയാണ് തലവടിയിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. അവിടെ മഴയ്ക്കൊപ്പം ഈ കിഴക്കൻ വെള്ളം വരുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് തലവടി മേഖലയെ സാധാരണ നിലയിൽ വെള്ളത്തിലാക്കുക. കിഴക്ക് ചെറിയൊരു മഴ പെയ്താൽ തന്നെ പമ്പയാറിലൂടെ നല്ല വെള്ളം വരും. തലവടി മേഖല കുറച്ച് താഴ്ന്ന പ്രദേശമാണെന്ന് മാത്രമല്ല പമ്പയാറിന് അവിടെ ആഴം കുറവുമാണ്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ പമ്പ കര കവിഞ്ഞ് തലവടി പഞ്ചായത്തിലെ ചില മേഖലകളിലേക്ക് വെള്ളം കയറുന്ന അവിടെ ഒരു സ്ഥിരമായ കാര്യമാണ്. പക്ഷേ പലപ്പോഴും ആളുകൾക്ക് വലിയ ദുരിതമാണ്. കാരണം കഴിഞ്ഞ ഒരു മാസം മുമ്പും അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കേണ്ടി വന്നു. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കുട്ടനാട്, കൈനഗിരി അടക്കമുള്ള മേഖലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. കിഴക്കൻ വെള്ളം കാര്യമായി എത്തുന്നുണ്ടെങ്കിൽ തന്നെയും തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നിട്ടതുകൊണ്ട് വേഗത്തിൽ വെള്ളം അറബിക്കടലിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് കാര്യമായ പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു 5 മിനിറ്റ് നിർത്താതങ്ങ് പോയ തുള്ളിക്കൊരു കുടമെന്നൊക്കെ നമ്മൾ നാട്ടുഭാഷയിൽ പറയുന്ന രീതിയിലുള്ള അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസവും വളരെ വലിയ കാറ്റുമുണ്ടായിരുന്നാൽ ഇന്നലെയും ഇന്നുമൊന്നും അങ്ങനെ വലിയ കാറ്റുകളില്ല. ഇതുവരെ 100-ലധികം വീടുകൾ ആലപ്പുഴയിൽ കഴിഞ്ഞ 3 ദിവസത്തിനകം ഭാഗികമായി തകർന്നിട്ടുണ്ട്. രഘുനാഥ് നാരായണനാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ശക്തമായ മഴയിൽ ജില്ലയിൽ നമുക്കറിയാവുന്നതാണ് ആലപ്പുഴയുടെ ഭൂപ്രകൃതി കൂടി നോക്കുമ്പോൾ വെള്ളക്കെട്ട് എത്രത്തോളം രൂക്ഷമായ സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളത്. ഇത്രയധികം കുടുംബങ്ങളെ അവിടെ നിന്ന് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്. 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. നീരേറ്റുപുറത്തും മണലേലിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്.